ജോസ്കോ വനിതാരത്നം 3യുടെ ജൈത്രയാത്ര തുടരുന്നു. നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. പ്ലീസ് വെൽക്കം ഷൈജ ഓൺ സ്റ്റേജ്. എവിടെ നീ ജ്വല്ലറി? നീലേശ്വരം. ഓ, അവിടെ നിന്ന് മേടിച്ചോണ്ടോന്നാണോ? ഓ, അവിടെ ഈ ടൈപ്പ് എല്ലാം കിട്ടും. അവിടെ ഈ ടൈപ്പ് കിട്ടും. പ്രൊഫഷണലായി അല്ലേ? ഡാൻസ്. ശോഭനയുടെ ഏത് ഫിലിമാണ്? തേന്മാവിൻ കൊമ്പത്ത്. തേന്മാവിൻ കൊമ്പത്ത് കറുത്ത പെണ്ണയാണോ? അല്ല അല്ല, മാനം തെളിഞ്ഞു നിന്ന്. ഓ, മാനം തെളി. ഇതെന്റെ സ്വന്തം സൃഷ്ടിയാണ്. ഓ, ഷൈജയുടെ സ്വന്തം സൃഷ്ടിയാണല്ലേ? നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം മണിച്ചേലോലും മോലെ ഞാലി ഇനി കാത്തുമ്പി പെണ്ണാൾക്ക് താലിയും കൊണ്ടേ വായു. എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ, തൂമുത്താരം ചാത്താൻ വാ ചെന്താമരേ, ഇനി രാവിലൂരാകെ ആരേകി പൂരക്കാരൻ. കല്യാണം കൂടാൻ വാ കുറുവാൽ കിളി, നിൻ പൊൻതൂവൽ കൂടും തായിളവേക്കുവാ, കളിരുടയാട കസവോടെ ഇഴപാകിയാരെ തന്നു. ഇനി കാത്തുമ്പി പെണ്ണാൾക്ക് താലിയും കൊണ്ടേ വായു. ഷൈജ, ശോഭനിച്ചിട്ട് എത്ര ഫിലിംസിൽ എത്ര ഡാൻസ് കണ്ടു ഇത് ചൂസ് ചെയ്യണം മുമ്പേ? അല്ല, ഞാൻ തേന്മാവിൻ കൊമ്പത്ത് തന്നെയാണ് വിചാരിച്ചത്. ഷൈജയുടെ പെർഫോമൻസ് കഴിഞ്ഞു. നമുക്കിനി ഷൈജയുടെ പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കാം. മുരളി ചേട്ടാ. ഷൈജ നന്നായിരുന്നു. ഷൈജ വളരെ നന്നായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നത്, ഇതിൻ്റെ ബിഗിനിങ് എനർജി കണ്ടപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് ഡിപ്പായി പോകുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ബട്ട് അങ്ങനെ ഒരു ഡിപ്പും വന്നില്ല. ഇറ്റ് വാസ് റിയലി തുടങ്ങിയ അതുപോലെ തന്നെ അവസാനിപ്പിക്കാൻ പറ്റി. സോ വെരി ഗുഡ് ആൻഡ് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. വെരി ഗുഡ്. കൽപ്പനേച്ചി. നല്ല കോസ്റ്റ്യൂംസ്, നന്നായി പെർഫോം ചെയ്തു. ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിരുന്നു ആ എൻ്റെ വരെ ആ എനർജി. ഇടയ്ക്ക് ചില മൂവ്മെന്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് മറന്നുപോയി. പക്ഷെ അത് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അത് എനിക്ക് റിപ്പീറ്റേഷൻ വന്നപ്പോൾ എനിക്ക് തോന്നി മറന്നുപോയി. പക്ഷെ അത് അറിഞ്ഞേ ഇല്ല.
അറിഞ്ഞില്ലെന്ന് ചെന്നാ ചോദിക്കും ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന്. അതെ. നമുക്കത് അല്ല അത് മനസ്സിലാവും. ശരിക്കും അഡ്ജസ്റ്റ് ചെയ്തു അഡ്ജസ്റ്റ് ചെയ്തു. അതാ സത്യം പറഞ്ഞ മാം ഞാനിത് ഒരു ദിവസം കൊണ്ട് പഠിച്ചത് കറക്റ്റ്. ഓക്കെ, അത്രയും ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഉണ്ടായിരുന്നു നമ്മളൊന്നും അറിഞ്ഞില്ല ഷൈജ. നല്ല ഡ്രസ്സിങ്, ചിരിച്ച് പാടിയില്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ നമ്മൾ അത് നോക്കുന്നില്ല. പക്ഷെ അപ് ടു എൻഡ് വരെ ചിരി മാഞ്ഞിട്ടേയില്ല. ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തപ്പോൾ പോലും ഒരിക്കൽ പോലും ഒരു അറപ്പ് പോലും വന്നില്ല. നന്നായി ചെയ്തു ഷൈജ. കീപ് ഇറ്റ് അപ്പ്. ഗുഡ്. അത് ഇടയ്ക്ക് വിട്ടുപോയ സ്റ്റെപ്പ് വന്നപ്പോൾ എന്നെ ചിരിച്ച് കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ആ തിരിച്ച് പഴയ സ്റ്റെപ്പിലേക്ക് വന്നത്. മാസ്റ്റർ അവിടെ ആ ഇരിക്കുകയായിരുന്നു. ഞാൻ അവിടെ കുറെ നേരം കൈമ കാലും കിട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നില്ലേ. പക്ഷെ അത് ഞങ്ങൾ കണ്ടുപിടിച്ചില്ല മാഷെ. ഗ്രേറ്റ്, നല്ല സ്റ്റുഡന്റ്. കിട്ടുന്ന ഇരുട്ടത്ത് ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും. പക്ഷെ നല്ല സ്റ്റുഡന്റ്, മാഷിന്റെ സ്റ്റുഡന്റ് നല്ല കുട്ടി. ചെമ്പരത്തി വെക്കേണ്ടിയേ വരില്ല. ശോഭനജി, എനിക്ക് നിങ്ങളുടെ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ഇഷ്ടമായി. എന്നുവെച്ചാൽ എല്ലാം കോസ്റ്റ്യൂം വരെ ആ ഒരു എനർജി ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ കാതിൻ്റെ കമ്മലിൻ്റെ ഒരു പാറ്റേൺ വരെ അത് ഓൾമോസ്റ്റ് ദ സെയിം ആണ്. ബിക്കോസ് എനിക്ക് ഈ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. അത് മിസ്റ്റർ മോഹൻലാൽ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്തു. സോ എനിക്ക് ഇതെല്ലാം നന്നായിട്ട് ഓർമ്മയുണ്ട്. സോ എനിക്കിഷ്ടമാണ്. നിങ്ങളെല്ലാം ഒരു പെർഫെക്ഷനിസ്റ്റാണ്. ആ പടത്തിനേക്കാൾ കുറച്ചും കൂടി നന്നായിരുന്നു നിങ്ങളുടെ മൂവ്മെൻറ്റ്സ്. അത് ആക്ച്വലി ചെയ്യാൻ ഈസിയാണ്. ബിക്കോസ് അത് ഷോട്ട് ബൈ ഷോട്ട് അല്ലേ എടുക്കുന്നത്. അത് തന്നെ നിങ്ങൾ ഒരു ടുഗെദറായിട്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ജോക്ക്. അത് നമ്മൾ നല്ല ഡാൻസേഴ്സിന് മാത്രം അത് മനസ്സിലാവാൻ പറ്റും. സോ അത് നല്ല ക്രെഡിറ്റാണ് നിങ്ങൾക്ക്. പക്ഷെ വേറൊന്ന്, നിങ്ങൾക്കത് ഈസിയായിട്ട് വരുന്ന ഒരു സാധനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒറ്റ പോയിൻ്റേ ഉള്ളൂ. കുറച്ചും കൂടി മുഖത്തിൽ വരാമായിരുന്നു ആ എസൻസ്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഇത്ര ടാലൻറ്റ് ഉള്ളപ്പോൾ കുറച്ചും കൂടി നമ്മൾ പുഷ് ചെയ്യാം. ഐ എം എ ടീച്ചർ. സോ അതുകൊണ്ട് ഉള്ളത് വെച്ച് സൂപ്പർ എന്ന് പറയൂല. നന്നായിരുന്നു, എനർജിയൊക്കെ ഇഷ്ടമായി. ആ ഫിലിമിൻ്റെ എസൻസ് വന്ന് പോകാമായിരുന്നു. മൂവ്മെൻറ്റ്സ് വർ പെർഫെക്റ്റ്. മൂവ്മെൻറ്റ്സ് ആ ഫിലിമിൻ്റെ മൂവ്മെൻറ്റ്സ് ആയിരുന്നു യുവർ ഓൺ. അതും ഒരു നല്ല ക്രെഡിറ്റാണ്. നിങ്ങൾ കൊറിയോഗ്രാഫർ യൂസ് ചെയ്യാതെ നിങ്ങൾ ഈ മൊത്തം ചെയ്യണത് വലിയ കാര്യമാണ്. പക്ഷെ ജസ്റ്റ് ഒരു ആ പോയിന്റ് കുറച്ചും കൂടി എക്സ്പ്രഷൻ മെയിൻ. ഇതെല്ലാം ഈസി ആയിട്ട് വരുമ്പോൾ പുഷ് ചെയ്യുക. യു ടേക്ക് ഇറ്റ് അപ്പ് ഓൺ യുവർ ഫേസ്. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഡാൻസ് അറിയുന്നവർക്ക് ഓക്കെയാണ്. ഡാൻസ് അറിയാത്തവർ ഫേസ് നോക്കും. ഓക്കെ, നെക്സ്റ്റ് ഔട്ട് ഓഫ് 10. ഔട്ട് ഓഫ് 10 7. 7 out of 10. Very good. Kalpanaji, 7. 7 out of 10. And Shobhanaji, out of 10. 8.5. Oh, 22.5 out of 30. ഷൈജ നന്നായിട്ട് ചെയ്തു. കളർഫുൾ ആയിരുന്നു പ്രസൻറ്റേഷനും ഓവറോൾ ലുക്സും എല്ലാം. കീപ് ഇറ്റ് അപ്പ്. നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടല്ലോ. ജഡ്ജസൊക്കെ നല്ല കമൻസൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ ഞാൻ അടുത്ത പ്രാവശ്യം ശരിയാക്കും. അപ്പോൾ എനിക്ക് അടുത്ത റൗണ്ടിൽ പോകണമെങ്കിൽ നിങ്ങളുടെ SMS വേണം. SMS ചെയ്യേണ്ട ഫോർമാറ്റ് VR സ്പേസ് ഷൈജ SHYJA. ജോസ്കോ വനിതാരത്നം 3 ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പക്ഷെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ കൽപ്പന ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, ഇതുവരെ നടന്ന പെർഫോമൻസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടമായോ? എനിക്ക് മൊത്തത്തിൽ നെഗിൽ എനിക്ക് തോന്നിയ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പറയുന്ന സെൻസിൽ എടുക്കാൻ കഴിവുണ്ട്. കണ്ടസ്റ്റൻസ് നമ്മൾ പറയുന്നത് അതേ സെൻസിൽ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള നല്ല കഴിവുള്ള വീട്ടമ്മമാരായ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഏതായാലും ഈ ഷോ ലൈവ്ലി രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ചേച്ചി ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഈ പരിസരത്ത് നിന്ന് ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. അവിടെ തന്നെ ഇരിക്കണം. ഓക്കെ.